മഹാരാഷ്ട്രയിലെ നാസിക് TCSലെ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളിലും ലൈംഗിക പീഡന പരാതികളിലും മുഖ്യപ്രതിയായിട്ടുള്ള നിധാ ഖാനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണ്. പ്രതികളിൽ ഒരാൾ 4 വർഷം മുമ്പ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും വിവാഹം മറച്ചുവെച്ചുവെന്നും ജോലിസ്ഥലത്ത് മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും TCS യൂണിറ്റിൽ ലൈംഗിക പീഡനത്തിന് ഇരയായ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഡാനിഷ് ഷെയ്ഖിന് എതിരെ SC/ST ആക്ട് പ്രകാരം ഉള്ള വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനുശ്രീ ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അനുശ്രീ, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം ആണ് നടക്കുന്നത്. ഇതിൻ്റെ കണ്ണികൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ആർക്കൊക്കെയാണ് സഹായം ലഭിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം. ഒരുപക്ഷെ ടെക് ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നതാണ്, അല്ലെങ്കിൽ നടന്നത്, പ്ലാൻ ചെയ്യപ്പെട്ടത് എന്നതാണല്ലോ ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ ഈ മുഖ്യ പ്രതിയായിട്ടുള്ള ആൾ ഇപ്പോഴും ഒളിവിലാണ് താമസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവർ ഗർഭിണിയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾ പറയുന്നു. ഒളിവിലല്ല എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസിന് പിടികൂടാൻ സാധിക്കാത്തത്? കൃത്യമായി ഒളിസങ്കേതം ഒരുക്കി നൽകുന്നവരും ഉണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ TCSുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അവസാനമായിട്ട് ഇനിയിപ്പോൾ HR എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നിധാ ഖാനെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. നിധാ ഖാൻ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ നിധാ ഖാനുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലുകൾ എന്നാൽ കഴമ്പില്ല എന്നുള്ളതാണ് പോലീസ് പിന്നീട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിധാ ഖാൻ ഏപ്രിൽ 14-ാം തീയതി വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി, ഒരു ബന്ധു വീട്ടിലേക്ക് പോയി എന്നുള്ളതായിരുന്നു. എന്നാൽ പോലീസ് അന്വേഷിച്ച ആ ബന്ധു വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ആ ബന്ധുവിനെയോ നിധാ ഖാനെയോ കണ്ടെത്താൻ സാധിച്ചില്ല. വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പിന്നീട് വ്യക്തമാക്കിയത്. കൂടാതെ ഈ ബന്ധുവിൻ്റെയും നിധാ ഖാൻ്റെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണുമായി ബന്ധപ്പെട്ട് അവരെ ട്രാക്ക് ചെയ്ത് കണ്ടെത്താനുള്ള ഒരു വഴി കൂടി അവിടെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിധാ ഖാൻ എവിടെയെന്നുള്ള ഒരു വലിയ ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ്. അതിനിടെ തന്നെ നിധാ ഖാൻ ഗർഭിണിയാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂടാതെ നിധാ ഖാൻ ഈ TCSന്റെ HR മാനേജറായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ TCS CEO തന്നെ ഇതിനെ എതിർത്ത് മുന്നോട്ട് വന്നിരുന്നു. നിധാ ഖാൻ TCS HR ആയിരുന്നില്ല നിധാ ഖാൻ. അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനൊന്നും നിധാ ഖാന് യാതൊരു തരത്തിലുള്ള റോളും ഇല്ലായിരുന്നു എന്നൊക്കെ CEO പിന്നീട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിധാ ഖാൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിനാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ് ഈ പദ്ധതി, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത്, ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇനിയും കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതൊക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഇനി നിധാ ഖാന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് നിധാ ഖാൻ എന്ന് തന്നെയാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 9 FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അത് ഡാനിഷ് ഷെയ്ഖ്, ഷാഫി ഷെയ്ഖ്, തൗസീഫ് ഹട്ടർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, ആസിഫ്, അഫ്താബ് അൻസാരി എന്നിവരാണ് ഈ 7 പേർ. ഇനി അറസ്റ്റിനാവാനുള്ള ഒരേ ഒരാളാണ് ഈ നിധാ ഖാൻ എന്ന് പറയുന്നത്. ഈ നിധാ ഖാനായുള്ള പ്രധാനമായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അഭിലാഷ്, എന്തായാലും രാജ്യത്തെ പോലും ഞെട്ടിച്ച, രാജ്യത്തെ ടെക് മേഖലയെ ഒന്നാകെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയ ഒന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിലെ നാസിക് TCSലെ നിർബന്ധിത മതപരിവർത്തന ശ്രമവും അതോടൊപ്പം തന്നെ ലൈംഗിക പീഡന പരാതികളും. അതിലാണ് ഇപ്പോൾ SC/ST ആക്ട് പ്രകാരം കൂടി കേസെടുത്തിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ പോലും പീഡനത്തിന് ഇരയാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോഴും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായിട്ടുള്ള നിധാ ഖാനെ പോലീസിന്, അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. നിധാ ഖാന്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ, അവർ ഗർഭിണിയാണ് എന്നും മറ്റൊരു വീട്ടിലേക്ക് പോയതാണ് എന്നും പിന്നീട് കാണാനില്ല എന്നുമൊക്കെയുള്ള വാദം അന്വേഷണ സംഘം തള്ളിക്കളയുകയുമാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അനുശ്രീ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.